രാത്രിയിൽ കുഞ്ഞിപ്പെണ്ണെ തോളിലിട്ട് ഉറക്കിയ ശേഷം അവളെ ബെഡിലേക്ക് കിടത്തുകയായിരുന്നു നന്ദു. ആ സമയമാണ് ബാൽക്കണിയിൽ നിന്നും ആരോട് സംസാരിച്ചുകൊണ്ട് ആനന്ദ് അകത്തേക്ക് കയറി വന്നത്. ഓക്കെ, ഐ വിൽ കോൾ യു ലേറ്റർ. ആനന്ദിന്റെ ശബ്ദം കേട്ടും നന്ദു മുഖമുയർത്തിയെന്ന് നോക്കി. ആര് നന്ദേട്ടാ? അവൾ ബെഡിലേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു. അത് ഓഫീസിൽ നിന്നാണ്. വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സമയമായി, അതുകൊണ്ട് തിരിച്ചു ചെല്ലുന്നതിനെക്കുറിച്ച് അറിയാൻ മാനേജർ വിളിച്ചതാ. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അരികിലേക്ക് ഇരുന്നു. പക്ഷെ നന്ദേട്ടാ, നമ്മളിപ്പോൾ പോയാൽ അതും സഹീർ ഇങ്ങനെ പുറത്ത് നിൽക്കുമ്പോൾ? അവൾ ടെൻഷനും പേടിയും കലർന്ന സ്വരത്തിൽ ചോദിച്ചു. അവനെ പേടിച്ച് നമുക്ക് ഒളിച്ചിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ അവൻ ഇനി എന്ത് ചെയ്യാനാ? പുറത്തിറങ്ങിയാൽ ആളുകൾ തല്ലിക്കൊല്ലും അവനെ. അത്രയ്ക്ക് ജനങ്ങൾ ഇളകിയിരിക്കുവാണ്. മന്ത്രിയോട് ഉൾപ്പെട്ട കേസായതുകൊണ്ടും ലോകം മൊത്തം അവിടെ പ്രവർത്തികൾ അറിഞ്ഞതുകൊണ്ടും ഇനി ഒരു രക്ഷപ്പെടൽ അവനുണ്ടാവില്ല. അവളെ ചേർത്ത് പിടിച്ചുണ്ടവൻ. അപ്പോഴും എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നന്ദുവിനെ ആനന്ദൊന്ന് നോക്കി. എന്താണ് എന്നെ നന്ദൂസ് കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ടല്ലോ? അവനൊരു കുസൃതി ചിരിയോടെ ചോദിച്ചതും അവൾ നെറ്റിച്ച് ഒളിച്ചുകൊണ്ട് അവനെ നോക്കി. ഞാൻ ആലോചിക്കുകയായിരുന്നു ഏട്ടാ, ജീവിച്ചിരിക്കുന്ന തൻ്റെ അച്ഛനും അമ്മയും മരിച്ചു എന്ന് പറയാൻ ആ സഹീറിനും അവൻ്റെ അഞ്ചന്മാർക്കും യാതൊരു മടിയുമില്ലല്ലോ എന്ന് അവൾ പറഞ്ഞു കേട്ട് അവൻ നെറ്റിച്ച് ഒളിച്ചു. ആ ഇളയ ചേക്കൻ എപ്പോഴോ ഏട്ടനോട് പറഞ്ഞിരുന്നില്ലേ, അച്ഛനും അമ്മയും മരിച്ചു പോയാൽ അവനെ പിന്നെ നോക്കി വളർത്തിയത് ഒക്കെ ഈ സഹീറാണത്രേ. അതുകൊണ്ട് അവന് വേണ്ടി കൊല്ലാനും ചാവാനും ഒന്നും അവന് യാതൊരു മടിയുമില്ലെന്ന് നന്ദു പറഞ്ഞു കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു. അതിനവൻ പറഞ്ഞത് നുണയല്ലോ, സത്യം തന്നെയല്ലേ? എന്താ? അവൻ പറഞ്ഞത് മനസ്സിലാവാതെ അവൾ സംശയത്തോടെ ചോദിച്ചു. സഹീറിന്റെ ഉപ്പയും അമ്മയും മരിച്ചുപോയി എന്ന് പറഞ്ഞ് സത്യം തന്നെയാണ്. അവൻ ഹെഡ് ഡ്രസ്സിലേക്ക് ചാരി ഇരുന്നുകൊണ്ട് പറഞ്ഞു. അപ്പോ അബൂബക്കർ സാഹിബ്? അവൾ സംശയത്തോടെ ചോദിച്ചു. അത് സാഹിബിന്റെയും സാവിന്ദിന്റെയും ഉപ്പയാണ്. ഏട്ടൻ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അബൂബക്കർ സാഹിബിന്റെ 3 മക്കളല്ലേ, സഹീറും സാവദും സജീറും? അവൾ നേറ്റിച്ച് ഒളിച്ചുകൊണ്ട് ചോദിച്ചു. അതെ, അയാളുടെ മക്കൾ തന്നെയാണ് അവർ 3 പേരും. പക്ഷെ സജീർ അദ്ദേഹത്തിന്റെ അഡോപ്റ്റ് ചൈൽഡാണ്. വാട്ട്? അഡോപ്റ്റ് ചൈൽഡോ? അതെന്താ? അയാൾ 2 മക്കളുണ്ടായിട്ടും ഒരു കുഞ്ഞിനെ കൂടെ അഡോപ്റ്റ് ചെയ്തത്? അത് ചോദിക്കുമ്പോൾ അവളിൽ ആകാംക്ഷ നിറഞ്ഞിരുന്നു. സജീർ അദ്ദേഹത്തിന്റെ ഭാര്യ സൈനബയുടെ അനുജത്തിയുടെ മകനാണ്. സജീറിന് 3 വയസ്സുള്ളപ്പോൾ അവന്റെ ഉപ്പയും അമ്മയും ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. അന്ന് മറ്റു ബന്ധുക്കളൊന്നും ഇല്ലാതിരുന്ന സജീറിനെ അബൂബക്കർ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ സഹീറിനായിരുന്നു ഏറ്റവും സന്തോഷം. ഓ, അപ്പോ അതാണല്ലേ ആ ചെക്കൻ ആ സഹീർ തെണ്ടിക്ക് വേണ്ടി കൊല്ലാനും ചാവാൻ നടക്കുന്നത്? അവൻ പറഞ്ഞു കഴിഞ്ഞതും അവളൊരു പുച്ഛത്തോടെ ചോദിച്ചു. അത് കേട്ടും അവൻ പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. എന്നിട്ടിപ്പോ എവിടെയാണ് ചേട്ടന്റെ പുന്നാരനിയന്മാർ? അവൾ ചോദിച്ചു കേട്ട് അവൻ പുച്ഛത്തോടെ ചിരിച്ചു. അന്ന് ആ പാവൻ ഡോക്ടർ തലയിൽ കുറ്റങ്ങളെല്ലാം കെട്ടിവെച്ച് 3 പുറത്തിറങ്ങിയപ്പോൾ തന്നെ സഹീർ 2 വിദേശത്തേക്ക് കയറ്റി വിട്ടിരുന്നു. പക്ഷെ അവിടെ നമ്മുടെ അമൻ സാർ ഉണ്ടെന്ന കാര്യം പാവങ്ങൾ ഓർത്തില്ല. 3 നല്ല എമണ്ടൻ പണി തന്നെ അമൻ സാർ കൊടുത്തിട്ടുണ്ട്. അതെന്തു പണി? അവൻ പറഞ്ഞു കേട്ട് അവൾ സംശയത്തോടെ ചോദിച്ചു. 2ന്റെയും കയ്യിൽ നിന്ന് നല്ല വീര്യം കൂടിയ ഡ്രഗ്സാണ് പിടിച്ചെടുത്തത്. പിന്നെ അവിടെ എതിർ ഫ്ലാറ്റിൽ താമസിക്കുന്ന അമേരിക്കൻ വടി ഡ്രഗ്സ് കൊടുത്ത് പീഡിപ്പിച്ചതിന്റെ കേസ് വേറെയും. എന്തായാലും 2 മിനി പുറം ലോകം കാണാൻ കുറച്ച് കാശായിരിക്കും. അവനൊരു പുച്ഛത്തോടെ പറഞ്ഞതും അവളുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു. ആ 2 കൊണ്ട് ഇനി ഒരിക്കലും ഒരു ശല്യമുണ്ടാകില്ലെന്ന ആശ്വാസത്തോടെ. എന്നാൽ അതേസമയം തന്നെ സഹീർ പുറത്താണ് എന്ന ഓർമ്മ അവളുടെ മനസ്സിൽ തെളിഞ്ഞതും ഒരു ചെറുഭയം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോഴും അവൾക്കത് താങ്ങായി തങ്ങളെ ചേർത്ത് പിടിക്കാൻ ആ കറുത്തുറ്റ കാര്യങ്ങൾ അവളുടെ കൂടെ തന്നെയുണ്ടെന്ന ആശ്വാസത്തിൽ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് കിടന്നുകൊണ്ട് പതിയെ നിദ്ര പുൽക്കി. എന്തൊക്കെയാണോ രാജേന്ദ്ര താനിൽ ചെയ്തു കൂട്ടി വച്ചിരിക്കുന്നത്? പ്രതിപക്ഷത്തിന്റെ മുന്നിൽ തൊലി ഒഴിഞ്ഞു നിൽക്കുക ഞാൻ. തൻ്റെ മുന്നിലിരിക്കുന്ന രാജേന്ദ്ര പ്രസാദിനെ നോക്കി മുഖ്യമന്ത്രി അലറി. ഇന്ന് രാവിലെ ദുബായിൽ നിന്നും എത്തിയ രാജേന്ദ്ര പ്രസാദ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അയാളുടെ ഔദ്യോഗിക വസതിയിൽ വന്ന് അദ്ദേഹത്തെ കാണുകയായിരുന്നു. അത് സാർ, ഇതെല്ലാം ഫാബ്രിക്കേറ്റഡ് ആണ് സാർ. എന്നെ കാര്യവാരി തേക്കാനായി പ്രതിപക്ഷം കെട്ടിച്ചമച്ച കഥകളാണ്. അയാൾ വിഫലമായി പ്രതിരോധിക്കാൻ ശ്രമിച്ചു. താമിൻ്റെത് ഞാനെന്താ പൊട്ടനാണെന്നാണോ തൻ്റെ വിചാരം? ഫാബ്രിക്കേറ്റഡ് ആണ് പോലും. അദ്ദേഹം തന്നെ മുന്നിലിരിക്കുന്ന ലാപ്പ് ഓൺ ചെയ്ത് അതിലെ പ്രധാന ന്യൂസ് അയാൾക്ക് കാണിച്ചു കൊടുത്തു. സഹീറിന്റെ ക്യാബിൽ പ്രിയദർശിനി വെച്ച ക്യാമറയിൽ പതിഞ്ഞ എല്ലാ ദൃശ്യങ്ങളും ഇപ്പോഴും ഓരോ ന്യൂസ് ചാനലുകളിലായി ഓടിക്കൊണ്ടിരിക്കുന്നു. അയാൾ ഒരു അക്ഷരം പോലും മിണ്ടാനാകാതെ മുഖം കുനിച്ചു. ഈ മുന്നിൽ കാണുന്നതൊക്കെയും ഇനിയും തനിക്ക് നിഷേധിക്കാൻ സാധിക്കുമോ? എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഒരു ബ്ലാക്ക് മാർക്ക് പോലും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ താൻ കാണാൻ അതും ഉണ്ടായിരിക്കുന്നു. അദ്ദേഹം അയാളെ നോക്കി ആമർഷത്തോടെ പറഞ്ഞു. സാർ, അയാളെ തൊണ്ടിടറി. എല്ലാം ഇവിടം കൊണ്ട് അവസാനിച്ചെന്ന് അയാൾക്ക് മനസ്സിലായി. താൻ ഇനി ഒന്നും പറയണ്ട. ആ കമ്മീഷണർ പെങ്കൊച്ചനെ അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡറിന് വേണ്ടി ഇന്ന് രാവിലെ എന്നെ വന്ന് കണ്ടിരുന്നു. അവളെപ്പോലെയുള്ള
പെൺപുലികൾ ഡിപ്പാർട്ട്മെന്റിന് ഒരു മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് എത്രയും പെണ്ണ് രാജി എഴുതി കൊടുത്ത് താൻ ഇറങ്ങാൻ നോക്കി രാജേന്ദ്ര. സാർ, അദ്ദേഹം പറഞ്ഞു കേട്ട് അയാൾ ഞെട്ടലോടെ നോക്കി. താൻ ഞെട്ടിയിട്ടൊന്നും കാര്യമില്ല രാജേന്ദ്ര. ഇനി അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ മന്ത്രിസഭ മൊത്തത്തിൽ താഴെ വീഴും. ജനങ്ങളാകെ ഇടഞ്ഞു നിൽക്കുക. അതുകൊണ്ട് താൻ എത്രയും പെണ്ണ് രാജി എഴുതി കൊടുത്തിട്ട് പോകാൻ നോക്ക്. അദ്ദേഹം ദേഷ്യത്തോടെ പറഞ്ഞതും ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന മട്ടിൽ അയാൾ പതിയെ അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. മുന്നോട്ട് നടക്കുന്തോറും പുറത്ത് വിവിധ പാർട്ടിക്കാരുടെ പ്രതിഷേധം ഉയർന്നു കേട്ടു. എല്ലാവർക്കും വേണ്ടത് ആഭ്യന്തരമന്ത്രിയുടെ രാജി മാത്രം. അയാൾ പല്ലുകൾ ഞെരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതും അയാളുടെ പിയെ ഓടിക്കൊണ്ടുവന്നു. പുറത്താകെ ബഹളമാണ്. സാറിന്റെ കോലമൊക്കെ കത്തിക്കുന്നുണ്ട്. ഈ അവസ്ഥയിൽ സാർ പുറത്തേക്ക് ഇറങ്ങിയാൽ പിയെ പറഞ്ഞു കേട്ട അയാൾ ഒന്നാലോചിച്ചു. ശേഷം എന്തോ ഉറപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതും മാറിൽ കയ്യും കെട്ടി ജീപ്പിൽ ചാരി നിന്നുകൊണ്ട് പുഞ്ചിരിയോടെ തന്നെ നോക്കുന്ന പ്രിയദർശിനെ കണ്ട് അയാളൊന്ന് പകച്ചു. ആഹാ, ആഭ്യന്തരമന്ത്രി ദുബായ് ദർശനം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്കായിരുന്നു വന്നത്. അയാളുടെ അരികിലേക്ക് വന്നുകൊണ്ട് അവൾ ഒരു പരിഹാസത്തോടെ പറഞ്ഞതും അയാൾ അവളെ നോക്കി പല്ല് കടിച്ചു പൊട്ടിച്ചു. അധികം അങ്ങോട്ട് പൊട്ടിക്കല്ലേ മന്ത്രി സാറേ, അവസാനം പല്ല് പോയ മന്ത്രി എന്ന പേര് വരും. അവൾ പുച്ഛത്തോടെ പറഞ്ഞു കേട്ട് അയാൾ അവളെ രൂക്ഷമായി ഒന്ന് നോക്കി. താൻ എന്താണോ കരുതിയത്? ജനങ്ങളെ സേവിക്കുന്ന പേരിൽ മന്ത്രിയുടെ കുപ്പായും അണിഞ്ഞുകൊണ്ട് എന്തൊക്കെ തോന്നിവാസങ്ങൾ കാണിച്ചാലും അതൊന്നും ആരും അറിയില്ലെന്നോ? അവൾ ദേഷ്യത്തോടെ ചോദിച്ചതും അയാളൊന്നും പുതിച്ചു ചിരിച്ചു. തൻ്റെ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി രാജേന്ദ്ര. എന്തൊക്കെ തെളിവ് നിർത്തിയാലും താൻ അനായാസം കേസിൽ നിന്ന് ഊരി പോരുമെന്നും വീണ്ടും ആഭ്യന്തരമന്ത്രിയുടെ കുപ്പായം എടുത്തണിയും എന്നുള്ള അമിത ആത്മവിശ്വാസമല്ലേ തൻ്റെ ഈ ചിരിയുടെ അർത്ഥം? അവളൊരു പുച്ഛത്തോടെ പറഞ്ഞതും അയാളെ നെറ്റിച്ചൊളിഞ്ഞു. എന്നാൽ ആ അമിത ആത്മവിശ്വാസം വേണ്ട രാജേന്ദ്ര. ഓർഗൻ ട്രാഫിക്, റേപ്പ്, ഡ്രഗ്സ് അങ്ങനെ എല്ലാ കേസും കൂടെ ചേർത്ത് താൻ ഇനി പുറലോകം കാണില്ല. അതുമാത്രമല്ല, തൻ്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തു. താനിപ്പോൾ വെറും ഒരു വട്ടപൂജ്യമാണടോ. അവൾ പകിയോടെ പറഞ്ഞു കേട്ട് അയാൾ ഞെട്ടലോടെ അവളെ നോക്കി. പിന്നെ തൻ്റെ ആ മറ്റവനിലെ സഹീർ മുഹമ്മദ്, അവനെയും അധികം വൈകാതെ ഞങ്ങൾ പോക്കും. ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും അവനെ പ്രിയദർശിനി പൂട്ടിയിരിക്കും. അവൾ പുച്ഛത്തോടെ പറഞ്ഞതും അയാളുടെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി. ഒരു നിമിഷം അയാൾ ചുറ്റുമുള്ളവരെ എല്ലാം വിസ്മരിച്ചുകൊണ്ട് അവളെ നേരെ ആക്രോശിച്ചു. ഭാന, നിനക്കെന്നെ അറിയില്ല. പറഞ്ഞു തീരും മുന്നേ അവളുടെ വലതുകരം അയാളുടെ കണ്ണ് താഞ്ഞു പതിഞ്ഞു. ഒരു നിമിഷം അയാൾ ഞെട്ടലോടെ അവളെ തുറച്ചു നോക്കി. ചുറ്റിനും കൂടി നിൽക്കുന്ന ആളുകളുടെ പരിഹാസം നിറഞ്ഞ നോട്ടം അയാളുടെ കണ്ണുകളിൽ തറച്ചു. അയാൾ അപമാന ഭാരത്തോടെ മുഖം കുനിച്ചു. തൻ്റെ വീട്ടിലെ സംസ്കാരം കൊണ്ട് എൻ്റെ നേരെ വന്നാലുണ്ടല്ലോ താൻ വിവരം അറിയും രാജേന്ദ്ര. പല്ലിഞ്ഞേരിച്ചുകൊണ്ട് അവൾ അയാളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞതും അയാൾ കണ്ണുകൾ മുറുക്കി അടച്ച് മുഷ്ടി ചുരുട്ടി തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു. അവൾ അയാളെ ഇന്ന് ദേഷ്യത്തോടെ നോക്കിയ ശേഷം തിരിഞ്ഞ് എസ്സയുടെ കയ്യിൽ നിന്ന് വിലങ്ങ് വാങ്ങി അയാളുടെ കയ്യിലേക്ക് വെച്ചു. നീ ജയിച്ചെന്ന് കരുതേണ്ട പ്രിയദർശിനി. വരും, ഞാൻ തിരിച്ചു വരും. അന്ന് നിന്റെയും നിന്റെ കുടുംബത്തിനെയും അന്ത്യം കണ്ട് ഞാൻ അടങ്ങും. ഓർത്തു വെച്ചോ നീ. അയാൾ വർദ്ധിച്ച ദേഷ്യത്തോടെ അവളെ നേരെ ചിറി. ചിലക്കാതെ വന്ന് ജീപ്പിൽ കയറിടും. നോക്കി നിൽക്കാതെ പിടിച്ചു കയറ്റിടും ഇയാളെ ജീപ്പിലേക്ക്. അവൾ എസ്സയെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അയാൾ വേഗം വന്ന് രാജേന്ദ്ര പ്രസാദിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. ജീപ്പിലേക്ക് കയറുമ്പോഴും തിരിഞ്ഞു നിന്ന് അവളെ പകയോടെ നോക്കിയ അയാളുടെ കണ്ണിലഗ്നി ഒരു പുച്ഛത്തോടെ നേരിട്ടു പ്രിയദർശിനി. നെറുകയുടെ ആരുടെയോ തലോടലേറ്റതും ടേബിളിന് മുകളിൽ മുഖം അമർത്തി വെച്ചുകൊണ്ട് കിടക്കുകയായിരുന്ന മേഘ പതിയെ കണ്ണുകൾ തുറന്നു. മുന്നിൽ നിൽക്കുന്ന മിഥുനെ നോക്കി അവൾ ഒരു വിളറിയ ചിരി സമ്മാനിച്ചു. എന്താടാ, എന്ത് പറ്റിയ ഏട്ടൻ്റെ കുട്ടിക്ക്? 2 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. നീ അകം മൂഡ് ഓഫ് ആയിരുന്നോ? കോളേജിലും പോകുന്നില്ല. എന്ത് പറ്റി നിനക്ക്? അവൻ അവളുടെ അടുത്ത് കിടന്ന ചെയറിലേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു. അതൊന്നുമില്ല ഏട്ടാ. ദേഹത്താക്കിയ ഒരു വലയുക. അത് 2 ദിവസം കോളേജിൽ പോകാതെ ലീവ് എടുത്തത്. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ മറുപടി പറഞ്ഞു. എന്നിട്ടിപ്പോൾ എങ്ങനെയുണ്ട്? അവൻ അവളെ നെറ്റിയിലും കഴുത്തിലും കൈവച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. കുറവുണ്ടേട്ടാ. അവളൊരു വാടിയ ചിരിയോടെ പറഞ്ഞു. എന്നാ മോള് കിടന്നു. അവൻ അതും പറഞ്ഞിട്ട് പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് തിരിഞ്ഞു നടന്നു. പെട്ടെന്ന് മേഘ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. എന്താടാ? സംശയത്തോടെ അവൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. അതേട്ടാ, നമുക്ക് ഈ നാട്ടിൽ നിന്ന് തിരിച്ചു പോയാലോ? നമ്മുടെ നാട്ടിലേക്ക്. വല്ലാത്തൊരു ദൈന്യത നിറഞ്ഞിരുന്നു അവളെ ശബ്ദത്തിൽ. അവൾ ചോദിച്ചു കേട്ട് അവൻ ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു. ശ്രീയെ കാണാതിരിക്കാൻ വേണ്ടിയാണോ എൻ്റെ കുഞ്ഞി നാട്ടിൽ നിന്ന് തിരിച്ചു പോകണമെന്ന് പറയുന്നത്? ഒരു നിമിഷം അവൻ്റെ വാക്കുകൾ കേട്ടതും അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. അവളുടെ മനസ്സിൽ രഹസ്യമായി വെച്ചിരുന്ന കാര്യം അവൻ എങ്ങനെ അറിഞ്ഞെന്ന് അവൾ ചിന്തിച്ചു. ഒരു വേള ശ്രീ തന്നെ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് അവൾ കരുതി. നീ ഇപ്പോൾ ചിന്തിക്കുന്നത് ശ്രീ ആയിരിക്കും എന്നോടൊന്നും പറഞ്ഞെന്നല്ലേ? അവൻ ചോദിച്ചു കേട്ട് അവൾ അറിയാതെ തന്നെ തലയാട്ടി. ശ്രീ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞത് നിന്റെ മുഖഭാവത്തിൽ തന്നെയാണ്. അവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ ചുരുക്കി അവനെ നോക്കി.
ജനിച്ചപ്പോൾ മുതൽ ഞാൻ നിന്നെ കാണുന്നതല്ലേ മോളെ. നിന്റെ മുഖമൊന്ന് മാറിയാൽ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകും. വളരെ മുന്നേ തന്നെ നിനക്ക് അവനോട് പ്രണയം തോന്നിയ നാളുകളിൽ തന്നെ ഞാനത് നിന്റെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. അവൻ പറഞ്ഞു കേട്ട് അവൾക്കൊരു ഞെട്ടലുണ്ടായി. അപ്പോൾ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഏട്ടൻ തനിക്ക് ശ്രീനാഥേട്ടനോട് തോന്നിയ ഇഷ്ടം മനസ്സിലാക്കിയിരുന്നു. അവൾ മനസ്സിൽ ചോദിച്ചു, ശ്രീ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നിന്റെ കണ്ണിൽ കാണുന്ന തിളക്കം അവൻ കാണുന്നില്ലെന്ന ഉറപ്പിൽ തൂണിൻ്റെ മറവിൽ നിന്ന് നീ അവനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ നിന്നിൽ നിന്ന് തന്നെ ഞാൻ നിനക്ക് അവനുള്ള ഇഷ്ടം മനസ്സിലാക്കി. അവൻ പറഞ്ഞു കേട്ട് അവളുടെ ചുണ്ടിൽ ഒരു വാടി പുഞ്ചിരി വിടർന്നു. പക്ഷേ നിന്നെ പ്രോത്സാഹിപ്പിക്കാൻ അന്നും എനിക്ക് കഴിയില്ലായിരുന്നു മോളെ. കാരണം ശ്രീക്ക് ആവണിയോടുള്ള പ്രണയത്തിന് മുന്നിൽ നിന്റെ പ്രണയം തോറ്റുപോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അവൻ പറഞ്ഞു കേട്ട് അവളൊന്നും മിണ്ടാതെ ജനലിൻ്റെ സൈഡിലേക്ക് ചെന്ന് പുറത്തേക്ക് നോക്കി നിന്നു. ഒരു നിമിഷം അവൻ അവളെ തന്നെ നോക്കിയതിന് ശേഷം പതിയെ അവൾ അരികിലേക്ക് ചെന്നു. മോളെ തോളിൽ തട്ടിക്കൊണ്ട് അവൻ വിളിച്ചതും അവൾ ദയനീയമായി അവനെ നോക്കി. എൻ്റെ കുട്ടി അത് മറന്നേക്ക്. ശ്രീനാഥ് എന്നും ആവണിക്കുള്ളതാണ്. ഓർമ്മ വെച്ച നാൾ മുതലുള്ള അവൻ്റെ പ്രണയമാണ്. അത് കണ്ടറിഞ്ഞ് എനിക്ക് ഒരിക്കലും നിന്നെ അനുകൂലിക്കാൻ കഴിയില്ല മോളെ. ഒരിക്കലും അവിടെ ജീവിതത്തിൽ ഒരു തടസ്സമായി എൻ്റെ കുട്ടി ചെല്ലരുത്. എനിക്കറിയാം മോൾക്ക് മറക്കാൻ കുറച്ച് പ്രയാസമുണ്ടാകുമെന്ന്. എന്നാലും മോൾ അവനെ മറക്കണം. അവൻ പറഞ്ഞതും അവളൊന്നും മിണ്ടാതെ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നതേയുള്ളൂ. മോൾ പോയി കിടന്നുറങ്ങിക്കോ. സമാധാനമായി ഒന്ന് ഉറങ്ങിക്കഴിയുമ്പോൾ മനസ്സൊന്ന് ശാന്തമാകും. അത് കഴിഞ്ഞ് മോള് പറഞ്ഞതുപോലെ നമുക്ക് നാട്ടിലേക്ക് തിരികെ പോകാം. അവൻ പറഞ്ഞു കേട്ട് അവളൊരു വാടി പുഞ്ചിരി തിരികെ നൽകി. അവൻ തന്നെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബെഡിലേക്ക് കിടത്തി. ഉറങ്ങിക്കോ. അവളെ പുതപ്പിച്ച് ലൈറ്റ് ഓഫ് ചെയ്ത ശേഷം നിറഞ്ഞു നിന്ന കണ്ണുകൾ അവൾ കാണാതെ അമർത്തി തുടച്ചുകൊണ്ട് അവൻ പതിയെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴും തന്നെ നഷ്ടപ്രണയത്തെക്കുറിച്ച് ഓർത്ത് അവൾ വിങ്ങി പൊട്ടുന്നുണ്ടായിരുന്നു. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. നഷ്ടപ്രണയം എന്നും ഒരു വേദന തന്നെയാണ്. ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. രാജേന്ദ്ര പ്രസാദിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. സഹീനെ അന്വേഷിച്ച് ആ നാട് മുഴുവനും പരക്കം പാഞ്ഞുവെങ്കിലും അവനെക്കുറിച്ചുള്ള ഒരു തുമ്പ് പോലും പ്രിയദർശിനിക്ക് കിട്ടിയിരുന്നില്ല. മാം. ക്യാബിനകത്തേക്ക് കയറി SI ബാലു പ്രിയദർശിനെ കണ്ട് സല്യൂട്ട് ചെയ്തു. യെസ് ബാലു, എന്തായി പോയിട്ട്? മാം, സിഗ്നൽ കാണിച്ച ആ പ്രദേശത്തിൻ്റെ 10 കിലോമീറ്റർ ചുറ്റളവ് ഞാൻ നന്നായിട്ട് തന്നെ അന്വേഷിച്ചിരുന്നു. അതൊരു ആൾവാസമില്ലാത്ത ഏരിയയാണ്. മരുന്നിനെങ്കിലും 1-2 വീടുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ചുറ്റിനും റബ്ബർ എസ്റ്റേറ്റുകളാണ്. അവിടെ ഒരാൾക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയ ആൾ താമസമില്ലാത്ത വീടോ മറ്റോ ഗോഡൗണുകളോ അങ്ങനെ എന്തെങ്കിലും ബാലുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടോ? അവൾ റിവോൾവിംഗ് ചെയറിൽ ഹെഡ് ഡ്രസ്സിലേക്കൊന്ന് ചാരിയിരുന്നുകൊണ്ട് അയാളെ നോക്കി ചോദിച്ചു. യെസ് മാം, അന്വേഷിച്ചിരുന്നു. അടച്ചിട്ടിരിക്കുന്ന ഒരു ഗോഡൗൺ ആ റബ്ബർ എസ്റ്റേറ്റിനകത്തുണ്ട്. റബ്ബറിൻ്റെ സ്റ്റോക്കുകൾ സൂക്ഷിക്കുന്ന ഗോഡൗൺ ആയിരുന്നു. പക്ഷേ ഞാൻ അതിനകത്ത് കയറി നോക്കിയപ്പോൾ അവിടെ ശൂന്യമായിരുന്നു. ആരെങ്കിലും അവിടെ താമസിക്കുന്നതായിട്ടോ ഒന്നും യാതൊരു സൂചനയും അവിടെ നിന്ന് കിട്ടിയില്ല. അയാൾ പറഞ്ഞു കിട്ടിയ ഒരു നിമിഷം പ്രിയദർശൻ എന്തോ ചിന്തിച്ചുകൊണ്ടിരുന്നു. ആ ഗോഡൗണിൽ എന്തെങ്കിലും അണ്ടർഗ്രൗണ്ട് പാസേജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ചിരുന്നോ? എന്തോ ആലോചിച്ചുകൊണ്ടിരുന്നു തന്നെ അവൾ അയാളോട് ചോദിച്ചു. പരിശോധിച്ചിരുന്നു മാം. അവിടെ പ്രത്യക്ഷത്തിൽ അങ്ങനെ യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അയാൾ പറഞ്ഞു കേട്ട് അവളൊന്ന് മുഷ്ടി ചുരുട്ടി പിടിച്ചു. തൽക്കാലം ബാല പൊയ്ക്കോളൂ, ഞാൻ വിളിക്കാം. ഓക്കെ മാം. അല്പസമയത്തിന് ശേഷം അവൾ പറഞ്ഞതും അവൻ അവൾക്ക് സല്യൂട്ട് നൽകിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇല്ല സഹീർ, നീ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ഈ പ്രിയദർശിനി നിന്നെ വെറുതെ വിടില്ല. നിന്നെ കണ്ടെത്തി ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കാതിന് എനിക്കൊരു വിശ്രമവുമില്ല സഹീർ. അവൾ പല്ലുകൾ ഞെരിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു. ശേഷം ചെറിയിൽ നിന്നും എഴുന്നേറ്റ് ടേബിളിരുന്ന ക്യാപ്പെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് അവൾ വേഗത്തിൽ പുറത്തേക്ക് പാഞ്ഞു. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആനന്ദിന്റെ കൈകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആകെ മൊത്തത്തിലൊരു അസ്വസ്ഥത. അവൻ കാറിൽ സൈഡിലേക്ക് ഒതുക്കി നിർത്തിയ ശേഷം ശ്വാസം ഒന്ന് ആഞ്ഞു വിട്ടു. എന്താ തനിക്ക് പറ്റിയത്? എന്തിനിപ്പോൾ ഇത്രയും അസ്വസ്ഥത? അവൻ മുഖം ഒന്ന് അമർത്തി തുളച്ചുകൊണ്ട് മനസ്സിൽ ചോദിച്ചു. ഓഫീസിലിരുന്നപ്പോൾ ആകെ ഒരു പരവേശമായിരുന്നു. ഈ അവസ്ഥയിൽ ഇനിയും അവിടെ ഇരുന്നാൽ പ്രശ്നമാകുമെന്ന് തോന്നിയപ്പോഴാണ് അവൻ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചത്. അവൻ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഫോണിനെടുത്ത് നന്ദുവിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ഇവിടെ അവിടെ പോയി കിടക്കുക. അതും പുറകുറുത്തുകൊണ്ട് അവൻ ഫോൺ ഡാഷ്ബോർഡിലേക്കിട്ടു. ശേഷം ഒരു നെടുവീർപ്പോടെ അവൻ വണ്ടി മുന്നോട്ടെടുത്തു. ഇതേ സമയം ലക്ഷ്മീപുരം തറവാടിന്റെ മുറ്റത്തൊരു കാർ വന്നു നിന്നു. അതിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ആരോഗ്യദൃഢഗാത്രനായ ഒരു പുരുഷൻ പുറത്തേക്ക് ഇറങ്ങി. തൊട്ടു പിന്നാൽ തന്നെ കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഒരു സ്ത്രീയും പുറത്തേക്ക് ഇറങ്ങി. ആ സ്ത്രീ ആ വീടിനെ മൊത്തത്തിൽ നോക്കിയ ശേഷം അയാളുടെ മുഖത്തേക്ക് നോക്കിയതും അയാൾ അവരെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. അപ്പോഴേക്കും ഡോർ തുറന്ന് ഗായത്രിയും ശരണിയും പുറത്തേക്ക് ഇറങ്ങി വന്നു. ആരാ? അവർ ഇരുവരെയും കണ്ട് ഗായത്രി സംശയത്തോടെ ചോദിച്ചു. ഞാൻ മഹാദേവൻ, ഇതെന്റെ ഭാര്യ ശിവകാമി. ഞങ്ങൾ മിസ്റ്റർ ആനന്ദ് വർമ്മയെന്ന് കാണാൻ വന്നതായിരുന്നു. ദേവൻ പറഞ്ഞു കേട്ട് ഗായത്രിയും ശരണിയും പരസ്പരം ഒന്ന് നോക്കി. ശേഷം അവരെ അകത്തേക്ക് ക്ഷണിച്ചു. വരൂ. അവർ വിളിച്ചതും ദേവനെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ശിവകാമിയുടെ കൈയും പിടിച്ച് അകത്തേക്ക് കയറി.
അകത്തേക്ക് കയറും തോറും ആമയുടെ കണ്ണുകൾ ആ അകത്തളത്തിന് ചുറ്റും മാറിയെ തേടിക്കൊണ്ടിരുന്നു. ആൻറ്റി ഇവിടെ ഇല്ല കേട്ടോ, അവൻ ഓഫീസിൽ പോയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. അകത്തേക്ക് നടക്കിനിടയിൽ ഗായത്രി പറഞ്ഞതും ദേവനും മാമിയും പരസ്പരം ഒന്ന് നോക്കി. നന്ദു അല്ല നന്ദിനി, ദേവൻ ചോദിച്ചു. മോള് കുഞ്ഞിനെയും കൊണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോയിരിക്കുക. അയ്യോ കുഞ്ഞിനെന്ത് പറ്റി? ശാലിനി പറഞ്ഞു കേട്ട് ആമ വെപ്രാളത്തോടെ ചോദിച്ചു. പെട്ടെന്നുള്ള ആമയുടെ ഭാവമാറ്റം കണ്ടതും അവർ സംശയത്തോടെ അവളെ നോക്കി. അത് പിന്നെ ചെറിയ കുഞ്ഞല്ലേ, പെട്ടെന്ന് എന്താണെന്ന് അവരുടെ നോട്ടം കണ്ടതും അവൾ പതർച്ചയോടെ പറഞ്ഞു. സത്യത്തിൽ അപ്പോഴാണ് തൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ആമയ്ക്ക് ബോധമുണ്ടായത്. ഏയ് അങ്ങനെ പേടിക്കാനൊന്നുമില്ല, മോൾക്ക് ചെറുതായിട്ട് കോൾഡ് ഉണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ ദേഹത്ത് ചെറിയ ചൂടും പിന്നെ വെച്ചുകൊണ്ടിരുന്ന അസുഖം കൂട്ടണമെന്ന് കരുതി നന്ദമോളി രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ. ഗായത്രി പറഞ്ഞിട്ട് അവരെ ലിവിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി. ശാലിനി നീ പോയി അച്ഛനെയും അമ്മയും വിളിച്ചിട്ട് വാ. ശരി അടുത്തേ. ഗായത്രി പറഞ്ഞു കേട്ട് ശാലിനി വേഗം തന്നെ ദേവദത്തൻ മുത്തശ്ശൻ്റെ മുറിയിലേക്ക് നടന്നു. ഇരിക്കേട്ടോ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഗായത്രി അവരോട് പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് നടന്നു. ദേവേട്ടാ. അവർ പോയത് മാമി നിറ കണ്ണുകളുടെ ദയനീയമായ ശബ്ദത്തിൽ അവനെ വിളിച്ചു. പേടിക്കാതോ, എല്ലാം നല്ലതുപോലെ തന്നെ നടക്കും, ദേവൻ അവളുടെ കയ്യിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ആ സമയം അവൻ്റെ മനസ്സിലേക്ക് കുറച്ചു നാൾ മുൻപ് വരെ ക്ലാര ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ അഡ്രസ്സ് പ്രകാരം തൻ്റെ മകളെ അന്വേഷിച്ച് ആ വലിയ വീടിന് മുന്നിലെത്തിയ നിമിഷം ഓർമ്മ വന്നു.